السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. قال رسول الله صلى الله عليه وسلم: وتفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة. قالوا: ومن هي يا رسول الله؟ قال رسول الله صلى الله عليه وسلم: ما أنا عليه وأصحابي. സ്നേഹനിധികളായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്കർഹനും അത്യുത്തമമായ നാമഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ചിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ബലവത്തായി ഉപദേശിക്കുന്നു. അങ്ങനെ ജീവിച്ച് നരകാഗ്നിയിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. അമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിച്ച് അതിന് തജ്വീദോടുകൂടി മഖ്റജോടുകൂടി വായിച്ച് പഠിച്ച് ആ വിശുദ്ധ ഖുർആനിലൂടെ വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടുന്നുകൊണ്ട് നിർബന്ധ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാപ്തമാക്കി സുന്നത്തായ കർമ്മങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവന്ന് മാതൃകളായി ജീവിച്ച് അത് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കൽ ഫർളാകുന്നു, നിർബന്ധമാകുന്നു. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ സ്വർഗം നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിപ്പോകും എന്നുള്ള ആ മഹത്തായ ഖുർആനിൻ്റെ സന്ദേശം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഏതാനും കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ ഖുർആനും ഹദീസും അല്ലാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ യഥാവിധി പഠിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രാപ്തമാക്കി മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്ത് വിചാരണ കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. സ്നേഹനിധികളായ ശ്രോതാക്കളെ, ഒരായത്തും ഒരു ഹദീസും നിങ്ങളെ ഞാൻ ഓതിക്കൽപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഏതാനും വിഷയങ്ങൾ കൂടി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ യുടെ പണ്ഡിതൻ, അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ 18/9
2025 മാധ്യമത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. വിശ്വാസം വിജയിക്കാൻ പ്രവാചര്യ പിൻപറ്റുകയും അനുചരന്മാർ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയും വേണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചതായി വായിക്കാൻ ഇടവന്നു. അൽഹംദുലില്ലാഹ്, സ്വാഗതാർഹമാകുന്നു. എന്തുകൊണ്ട്? നാം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് സൂറത്ത് അൽ-ബഖറ 143 വചനം. വകദാലിക, അപ്രകാരം, ജഅൽനാകും ഉമ്മത്തും വസത, നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ആരോട് പറയുന്നു? അല്ലാഹു തആല സഹാബിമാരോടായി പറയുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആനിലൂടെ വഹി നൽകപ്പെട്ടിരിക്കുകയാണ്. വകദാലിക, അപ്രകാരം, ജഅൽനാകും, നാം നിങ്ങളെ ആക്കിയിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. ആര്? അല്ലാഹു തആല സഹാബിമാരെ ആക്കിയിരിക്കുന്നു. അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. കദാലിക, അപ്രകാരം, ജഅൽനാകും, നാം നിങ്ങളെ ആക്കിയിരിക്കുന്നു, ഉമ്മത്തും വസത, ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും, വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂല് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി. വളരെ വ്യക്തമായി കാര്യങ്ങൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാർക്ക് ഒരു മാതൃകാ സാക്ഷി ആക്കിയിരിക്കുന്നു. ഇസ്ലാമിക ചര്യകൾ, ദീനീ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ, മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുക. സഹാബിമാർ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ പാസ്യമാക്കുക. അതിനായി അല്ലാഹു തആല സഹാബിമാരെ ഒരു ഉത്തമ സമുദായമായി, അല്ലെങ്കിൽ ഒരു മധ്യമ സമുദായമായി ആക്കിയിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. ആ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ലത്ത്, എൻ്റെ സമൂഹം 73 കക്ഷികളായി പിരിയും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലായിരിക്കും. ഇല്ലാ മില്ലത്തും വാഹിദ, ഒരു കക്ഷി ഒഴികെ. ഖാലു, അവർ ചോദിച്ചു, സഹാബിമാർ, ഒമൻ ഹിയ യാ റസൂലുള്ളാഹ്, ആ കക്ഷി ആരാകുന്നു? സ്വർഗത്തിൻ്റെ കക്ഷി ആരാകുന്നു? ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലാണ് ആ മാർഗം. കാര്യങ്ങൾ വ്യക്തമായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക്
മാതൃകയായി ജീവിച്ച് കാണിച്ചു കൊടുത്ത മാർഗം. അതാണ് സഹാബിയന്മാർ ഏകോപിച്ച് ജീവിതത്തെ ബാക്കിമാക്കി പിന്നീടുള്ളവർക്കായി ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെ നിലനിർത്തുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തുള്ള ആ മാർഗം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ ഉത്ബോധം അവതരിപ്പിച്ചത്, നാം അതിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം ഇനി മറ്റൊരു പ്രവാചകൻ വരാനില്ല. വിശ്വാസം പറയുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു, അവ രണ്ടും നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വഴിയിച്ചു പോയില്ല. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വഴിയൊഴിച്ചു പോയില്ല. കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, ഓ സുന്നത്ത് റസൂൽ, അവൻ്റെ നബിയുടെ ചര്യ. ഖുർആനും സുന്നത്തും. വിശ്വാസം പറയുകയുണ്ടായി, ഇനി ഊത്തിയത്തിൽ ഖുർആൻ അംഹുലമാണ്, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും. അതെന്താവുന്നു? അത് തഫ്സീറാണ്. അപ്പോൾ ഖുർആനും സുന്നത്തും. പിന്നെ ഖൈർ ഹദീ ഹദീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകൾ വെച്ച് ഉത്തമമായ ചര്യ നബി സ്വല്ലല്ലാഹു ചര്യയാകുന്നു. അപ്പോൾ അക്കാര്യത്തിലേക്കാണ് നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് ഇക്കാര്യം ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയേണ്ടി വന്നത്? നാം മനസ്സിലാക്കേണ്ടത് 1914 മുതൽ 1921 വരെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാർ പരിശ്രമിക്കുകയും അങ്ങനെ ഐക്യസംഘം എന്നൊരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. 1924 ഐക്യസംഘത്തിൽപ്പെട്ട പണ്ഡിതന്മാർ എല്ലാം കൂടി ചേർന്നുണ്ട്. അത് മറ്റ് മതസംഘടനയില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. ആ സംഘടനയുടെ പ്രമേയം ആണ് ഞാൻ നിങ്ങൾ ഓതിക്കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, മാ ആന അലൈഹി വസ്ഹാബി, അതായത് പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും, എല്ലാവരും നരകത്തിലാണ്, ഒരു മില്ലത്ത് ഒഴികെ, ഒരു സമുദായം ഒഴികെ. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ ആന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇതൊരു മാർഗം, ആ മാർഗം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗം. ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പാലം ചെയ്യാറുണ്ട്. ചൊവ്വായ മാർഗം നീ ഞങ്ങളെ വഴിച്ചേർക്കണമേ. ആ മാർഗമായിരുന്നു ഖുർആനും ഹദീസും. അതായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ മാതൃകാ ജീവിതം എല്ലാ സമുദായത്തിനും ഒരു കർമ്മ മാർഗവും ഒരു നിയമമാർഗവും അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലിക്കുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ, വിശുദ്ധ ഖുർആൻ കാര്യം പറയുകയുണ്ടായി. നിങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ഒരു നിയമമാർഗം, അതേപോലെ തന്നെ കർമ്മമാർഗം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നിയമമാർഗം അത് പരിശുദ്ധ ഖുർആനാണ്. നിയമങ്ങളാണ് അതിനുള്ളത്, ഹറാമുകളാണ്, ഹലാലുകളാണ്.
കൽപ്പനകളാണ്, വിരോധങ്ങളാണ്. അമ്രുകളാണ്, വിരോധങ്ങളാണ്. ഹലാലുകളാണ്, ഹറാമുകളാണ്. നിയമമാർഗമാണ് പരിശുദ്ധ ഖുർആൻ. അത് തഫ്സീറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, ഹദീസുകൾ. ഇന്നി ഊതിയത്തുൽ ഖുർആന മിസ്ലു മഅഹു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആന്റെ തഫ്സീർ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അതാണ് നബിചര്യകൾ. ആ നബിചര്യകൾ ജീവിതത്തിൽ പാർത്യമാക്കുവാനായി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബിമാരെ ഏർപ്പെടുത്തി കൊടുത്തു. അതിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ ഒതുക്കേൽപ്പിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഒന്നും കൂട്ടാതെ കുറക്കാതെയും എപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പഠിപ്പിച്ചിട്ടു അപ്രകാരം ഏകോപിച്ച് അവർ ജീവിതത്തിൽ പാർത്യമാക്കി പിന്നീടുള്ളവർക്ക് മാതൃകളായി അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ട് തിരഞ്ഞെടുത്തു. കദാലിക അപ്രകാരം ജഅൽനാക്കും നിങ്ങളെ ഞാൻ ആക്കിയിരിക്കുന്നു ഉമ്മത്തുൻ വസത്താ, ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി. വയക്കും റസൂലുക്ക് അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് മാതൃകാ സാക്ഷിയായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പഠിച്ചിറങ്ങി സഹാബിമാർ ഏകോപിച്ച് ജീവിതത്തിൽ പാർത്യമാക്കിയത്. അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. അതായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം. ചുരുക്കി പറയാം, ആ പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനും നബിചര്യകളും ഓതി കേൾപ്പിച്ചുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമ പ്രബോധനം തുടങ്ങുകയുണ്ടായി. ആ കാലഘട്ടം ധാരാളം അന്ധവിശ്വാസവും അനാചാരങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അനിസ്ലാമികമായ ആചാരങ്ങൾ, എണ്ണമറ്റ ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ ആചാരമായി വെള്ള പൂശിക്കൊണ്ട് അതിലൂടെ ധാരാളം പണ്ഡിത പുരോഹിതന്മാർ സാമ്പത്തികമായി ഉപജീവിതത്തിന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സുഖാനക്കാരെ ഉദ്ധരിച്ചു, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ യസുദ്ദൂന സബീലില്ലാഹ്. ധാരാളം പണ്ഡിതന്മാരെ ജനങ്ങൾ സമ്പത്തുകൾ അന്യായമായി തിന്നുകയും യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുക തന്നെ ചെയ്യും. അക്കാര്യം ഇവിടെ യുദ്ധ ക്രിസ്ത്യാനികളിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലും ഉണ്ടാകും. അതിന് മുന്നറിയിപ്പാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അക്കാര്യം ത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുവാനായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമ പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ഓതിക്കൽപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി പ്രബോധനം തുടങ്ങിയത്. അന്ന് മറ്റു സംഘടന അവിടെ ഇല്ല. എന്നാൽ അന്ന് നിലനിന്നിരുന്ന മൂലൂർ റാത്തീബ് ഹദ്ദാബ് ത്വയ്ത്
മരിച്ചു വീട്ടിലുള്ള ഖുർആൻ പറയണം. മരിച്ചുപോയ മഹാന്മാരുള്ള സഹായഭ്യർത്ഥന, ബദിരീൻ മുഷ്കിനെ മുതിശേക്കാക്കണേ, മുത്തനബിയെ പാമ്പൂർത്തേനെ, മരിച്ചവർക്ക് നേർച്ചകൾ, വരികൾ വേറെ നേർച്ച, മുത്തനബിയെ പാമ്പൂർത്തേനെ പോലെ പ്രാർത്ഥനകൾ, മരിച്ചവരുള്ള പ്രാർത്ഥനകൾ ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അത് ശിർക്കും ബിദഅത്തുമാകുന്നു. ഷിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും നമ്മൾ അമലുകളൊന്നും തന്നെ പരലോകത്ത് നമുക്ക് കിട്ടുകയില്ല, പൊളിഞ്ഞു പോകും, നശിച്ചു പോകും, കാലാന്തരം നരകത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. ബിദഅത്ത് ചെയ്താൽ, നിസ്വാമി ശരീരപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ അത് ഉപേക്ഷിക്കുന്ന അമലുകളൊന്നും സ്വീകരിക്കുകയില്ല. അതാണ് ബിദഅത്തിൻ്റെ ഗൗരവം. നിസ്വാമി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് നല്ലത് നൽകി ചെയ്യുക. സൊല്ലു കമാറഅയ്തുമൂനി മുസല്ലി, ഞാൻ എപ്രകാരം വേണോ നമസ്കരിച്ച് കാണിച്ചു അപ്രകാരം ഒന്ന് നമസ്കരിക്കുക. ഇക്കാര്യം മുതൽ ഹജ്ജ് വരെ ഖുദൂ മനാസിക മിന്നി, ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ സ്വീകരിക്കുക. എപ്രകാരമാണ് പഠിപ്പിച്ചത് അപ്രകാരം സുന്നത്തും ഫർദുമായ അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പ്രകാരം അത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയായി നിയമിച്ചു. ഇന്നാ അർസൽനാക ഷാഹിദ മുബശ്ശിറ വനദീറ. പറഞ്ഞു, പ്രവാചകനെ താങ്കളെ ഞാൻ മാതൃകാ സാക്ഷിയും കൊണ്ട് അയച്ചിട്ടുണ്ട്. മുബശ്ശിറ സന്തോഷവാർത്ത അറിയിക്കുന്നവനായും വനദീറ മുന്നറിയിപ്പ് നൽകുന്നവനായിരിക്കും. എപ്രകാരമാണോ ഞാൻ നിങ്ങൾ ജീവിതം മാതൃക കാണിച്ചു അപ്രകാരം നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിശ്ചയം സ്വർഗം സത്യമാവുന്നു, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അതിനാൽ വിപരീതമായി നിങ്ങൾ പ്രവർത്തിച്ചാൽ അനന്തരം വലിയ വിപത്തുണ്ട്. നരകം സത്യമാവുന്നു. ആ നരകത്തിൽ കിടന്ന് നിങ്ങൾ എരിയേണ്ടി വരും. അക്കാര്യം മുന്നറിയിപ്പ് നൽകുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പ്രവാചകനായി നിയമിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹു ഒരു പ്രവാചകനെയും നിയമിച്ചിട്ടില്ല. ഫത്തഖുല്ലാഹ വതഈനി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. പരിശുദ്ധ ഖുർആൻ നിയമനിർദ്ദേശങ്ങൾ, ഹലാലുകൾ ഹറാമുകൾ സൂക്ഷിക്കണം. കൽപ്പനകൾ വിരോധങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. പരിശുദ്ധ ഖുർആൻ നിയമമാർഗമാകുന്നു. അതിൻ്റെ വിശീലനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ. അത് കർമ്മമാർഗമാകുന്നു. അള്ളാഹു സൂക്ഷിക്കുക, പരിശുദ്ധ ഖുർആൻ നിയമനിർദ്ദേശങ്ങൾ പഠിച്ചറിയുക, അതിൽ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ പാർഥ്യമാക്കുക. ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരും, അതാത് കാലങ്ങളിലെ പ്രവാചകന്മാർ അതാത് സമൂഹത്തോട് പറഞ്ഞു, ഫത്തഖുല്ലാഹ വഅതിഈനി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം അത് പഠിച്ചറിയുക, അതിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരെ പിൻപറ്റുക. നമുക്കും അങ്ങനെ തന്നെ. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹു തആല നൽകിയ മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നിയമനിർദ്ദേശങ്ങളാണ്. അത് പഠിച്ചറിയ വിശ്വസിക്കുക. കർമ്മങ്ങൾ ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പഠിച്ചറിയ ജീവിതത്തിൽ പാർഥ്യമാക്കുക. മാതൃകളായി അത് സ്വീകരിച്ച് പാർഥ്യമാക്കി അംഗീകരിച്ച ആ ജീവിത മാർഗം എതിർപ്പില്ലാതെ ഇജ്മാഅ് മാ അന അലൈഹി സഹബി, ഞാനും എൻ്റെ സാഹിബും ഏതൊരു മാർഗത്തിലും ആ മാർഗം അത് സ്വീകരിക്കുവാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പന നൽകിയിട്ടുള്ളൂ.
ഉമ്മൻ യുതീ റസൂല ഫഖദ് അല്ലാഹ്. ആർ അള്ളാഹുവിനെ അനുസരിച്ചുവോ എങ്കിൽ ആ പ്രവാചകൻ അനുസരിച്ചുവോ അള്ളാഹുവിനെ അനുസരിച്ചു. അത്തിയുല്ലാഹ് അത്തി റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ പ്രവാചകൻ അനുസരിക്കുക. ഖുർആൻ കൽപ്പന. ഉമ്മൻ യുതീ റസൂല, വല്ലവനും അള്ളാഹു റസൂലിനെ അനുസരിച്ചാൽ ഫഖദ് അല്ലാഹ്, നിശ്ചയം അള്ളാഹുവിനെ അനുസരിച്ചു. അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക. അതിങ്ങനെ പ്രാവർത്തികമാക്കേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിച്ചറിയുക, അത് വിശ്വസിക്കുക. എല്ലാ സമൂഹത്തിനും ഓരോരോ കർമ്മമാർഗവും ഒരു നിയമമാർഗവും അള്ളാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന് അള്ളാഹു തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് അള്ളാഹു തആല ഏർപ്പെടുത്തിയ നിയമമാർഗമാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ ഹലാലുണ്ട്, ഹറാമുണ്ട്, കൽപ്പനകളുണ്ട്, വിരോധങ്ങളുണ്ട്. അത് പഠിച്ചറിയാൻ വിശ്വസിക്കണം. കർമ്മരേഖകൾ, കർമ്മമാർഗം, അത് നീ സാബിതീകരിച്ച മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ പഠിപ്പിച്ചെടുത്ത് സഹാബിമാർ ഏകീപിച്ച ഇജ്മാ മാ അന സഹാബി, അത് നമ്മൾ സ്വീകരിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ പ്രമേയം. ആ പ്രമേയമായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ഇന്നും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും പിന്തിരിഞ്ഞു പോയ കുറേ പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയല്ലോ. ധാരാളം പണ്ഡിത സമൂഹന്മാർ ആ കാലഘട്ടത്തിൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഇവിടെ കേരളത്തിൽ നേതൃത്വം നൽകിക്കൊണ്ട് പണ്ഡിത സമൂഹന്മാർ ഖുർആനും ഹദീസും അനുസരിച്ച് ഇവർ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസാചാരത്തിലേക്ക് വന്നപ്പോൾ ധാരാളം ചൂഷണ മാർഗങ്ങൾ ഞാൻ ഓതിക്കൽപ്പിച്ചല്ലോ. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി റുഹ്ബാൻ യകൂനൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ യസുദ്ദൂന സബീലില്ലാ. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ധാരാളം പണ്ഡിതന്മാർ ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയും ജനങ്ങളെ യഥാർത്ഥ മാർഗത്തിൽ തെറ്റിച്ചു കളയും ചെയ്തിരിക്കും ഇന്ന് മുന്നറിയിപ്പ് ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നൽകിയ മുന്നറിയിപ്പ് ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. അത് എവിടെയും ആവർത്തിക്കപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ പിൻപറ്റി വഴിച്ചു പോകാൻ പെടരുത്. ഖുർആൻ പഠിച്ചറിഞ്ഞ് ന്യൂസ് ശരിയായി പിൻപറ്റേണ്ടത്. ഇല്ലെങ്കിൽ വഴിച്ചു പോകും. പണ്ഡിതന്മാരെ പിൻപറ്റിയാൽ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റും. ഓരോ വ്യക്തിയും രക്ഷാമാർഗം അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഖുർആൻ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ സഹാബിമാർ പഠിപ്പിച്ച കാര്യങ്ങൾ അഹ്ലുസുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച ചര്യകളായിരിക്കണം എന്നുള്ളതാണ് അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ. ഇല്ല എങ്കിൽ പണ്ഡിതന്മാരെ പിൻപറ്റിയാൽ അത് വഴിവെപ്പിക്കും എന്നുള്ളതാണ് അല്ലാഹു നമുക്ക് നൽകിയ സന്ദേശം. അതുകൊണ്ട് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി, അറിവില്ലാത്ത കാര്യം പിൻപറ്റാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശീലം, അതായിരിക്കണം നമ്മുടെ മാർഗം. അതിൽ നിന്ന് തെറ്റിക്കൊണ്ടുള്ള അന്ധവിശ്വാസവും അനാചാരങ്ങളിലും ജീവിച്ച് വന്നിരുന്ന ആ സമൂഹം ഇത്തരത്തിലുള്ള ഖുർആനും ഹദീസിനും ഇവിടെ പ്രബോധനം ചെയ്തപ്പോഴേ അവർക്ക് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ ഇവിടെ നിലനിർത്തുവാൻ പറ്റാതെ വന്നപ്പോൾ ഇതിൽ നിന്നും തെറ്റിപ്പിരിക്കുകയും മറ്റൊരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. അത് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ അങ്ങനെ അവർ ഒരു പ്രമേയം എഴുതിയുണ്ടാക്കി. ആ പ്രമേയം ആണ് നമ്മുടെ ചർച്ചാ വിഷയം. എന്തായിരുന്നു അത് പ്രമേയം?
വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം. പ്രമേയം, സമസ്തയുടെ പ്രമേയം 7/3/83 മാതൃഭൂമി റിപ്പോർട്ട് പ്രകാരം 70ാം വാർഷിക സ്മരിക 1996 പേജ് നമ്പർ 30, 31, 32 പ്രകാരവും ഉള്ള റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. കേരളത്തിലെ മുസ്ലിംകളിൽ അനേകം കൊല്ലമായിട്ട് നിരാക്ഷേപം നടന്നു വരുന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ വിരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസരണങ്ങളാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖാസിസ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഖുർആൻ ഹദീസ് തെളിവിച്ചുകൊണ്ടല്ല, യോഗത്തിൽ തീരുമാനിക്കുകയാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് 1 മുതൽ മരിച്ചുപോയ മഹാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത്, ജാഹ്, അത് മഹത്വം കൊണ്ട്, ബർക്കത്ത് കൊണ്ട് തവസ്സൽ, ഇടനേട്ടം തേടുക, നേരിട്ട് വിളിച്ച് സഹായം അപേക്ഷിക്കൽ, തുടങ്ങിയ കാര്യങ്ങൾ. അതായത് 31ഓളം അനാചാരങ്ങൾ അവർ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ മാതൃഭൂമി റിപ്പോർട്ട് പ്രകാരം, സോനി റിപ്പോർട്ട് പ്രകാരം 10ഓളം അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ പറയും തുടങ്ങിയ കാര്യങ്ങൾ മതവിരുദ്ധങ്ങളാണെന്നോ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല. ഇമാമത്ത് ഖാസിസ്ഥാനത്തും പറ്റുകയില്ലെന്നും 1/2 നൂറ്റാണ്ട് മുമ്പ് ഫറൂഖിൽ ചേർന്ന സമസ്തയുടെ 6ാം സമ്മേളനം അംഗീകരിച്ച പ്രമേയം ഞായറാഴ്ച ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച പണ്ഡിത സമ്മേളനം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. 7/3/83 മാതൃഭൂമി റിപ്പോർട്ട്. അതേപോലെ തന്നെ സുനീറിൻ്റെ പേജ് നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു സമസ്തയുടെ പ്രമേയം. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രമേയത്തിനെ ഗണ്ണിച്ചുകൊണ്ടാണ് 18/9/2025 AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന. അതെന്തായിരുന്നു? ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശ്വാസം വിജയിക്കാൻ പ്രവാചര്യ പിൻപറ്റുകയും അനുചരന്മാർ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയും വേണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ മനസ്സിലാക്കുക, അതായത് കേരള ജമിഅത്തുലമയുടെ പ്രമേയത്തിലേക്ക് സമസ്ത കേരള ജമിഅത്തുലമയുടെ പണ്ഡിതൻ 100 വർഷം ശേഷം തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അവിടെ പ്രമേയം നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ പ്രമേയം ക്യാൻസലാക്കി കൊണ്ടല്ല, അത് ഇൻഷാ അല്ലാഹ് ഇനി അവരെ പണ്ഡിത സഭകൾ കൂടി അത് ക്യാൻസലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ആ പത്രക്കുറിപ്പിലൂടെ വായിക്കാൻ സാധിച്ചത്. അല്ലാഹു തആല ഇത്തരത്തിലുള്ള യഥാർത്ഥ ഇസ്ലാമിൻ്റെ തത്വത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രസ്താവനയുമായി സമസ്ത പണ്ഡിതന്മാർക്ക് ഇനിയും ജനങ്ങളെ അന്ധവിശ്വാസവും അനാചാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തി യഥാർത്ഥ വിശ്വാസ ആചാരത്തിലേക്ക് കൈപ്പിടിക്കുവാൻ വേണ്ട ഉത്ബോധനങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാരുടെ യഥാർത്ഥ കർമ്മം നിർവഹിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ ഇനിയും
അവരിലൂടെ ഉണ്ടാവട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മളെത്ര പറഞ്ഞാലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ചാൽ ജനങ്ങൾ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ വാപ്പപ്പന്മാർ പൂർവികന്മാർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേതൃത്വം പറയുന്നു, ഞങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങൾ ചെയ്തോളി, ഒരു നോക്കിക്കോളിയും, ആദ്യം കഴിച്ചോളിയും, ഒരു സാധനം ചെയ്യിച്ചോളിയും. അതാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു. അതെന്താവുന്നു, ജായിസാവുന്നു എന്നുള്ള പ്രസ്താവന സാധാരണ ജനങ്ങളെ ഇടയിൽ വെക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അത് ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് യഥാർത്ഥ മാർഗം തെറ്റിദ്ധരിച്ച് പിന്നാലെ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ചെറിയൊരു മാറ്റം ഉണ്ടാകുവാനായി ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന ഈ സന്ദർഭത്തിൽ സ്വാഗതാർഹമാണ്. ഒന്നുകൂടി വായിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2025 മാധ്യമം 18/9 18-ാം തീയതി സെപ്റ്റംബർ മാസം റിപ്പോർട്ട് ചെയ്ത വാർത്ത ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാനിവിടെ സമാപിക്കുകയാണ്. വിശ്വാസം വിജയിക്കാൻ പ്രവാചകരെ പിൻപറ്റുകയും അനുചരന്മാർ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയും വേണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വാർത്തയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടങ്ങുന്ന പത്രക്കുറിപ്പ് വിട്ടുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കേരള ജമിയത്തുലമയുടെ പ്രമേയത്തിലേക്ക് സാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലേക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഇനിയും തങ്ങളുടെ അന്ധവിശ്വാസവും അനാചാരങ്ങളും അതേപോലെ തന്നെ യാതൊരു തെളിവുമില്ലാത്ത ഖുർആൻ ഹദീസോ പിൻബലമില്ലാത്ത പ്രമേയങ്ങളിൽ നമുക്ക് വിട്ടുന്നുകൊണ്ട് ഖുർആനും ഹദീസും പിൻബലമുള്ള അഹ്ലുസുന്നത്ത് ജമാഅത്ത് നബി സഹാബത്തും ഏതൊരു മാർഗത്തിനോ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ ഇനിയും ഉണ്ടാവട്ടെ. അവരുടെ അന്ധവിശ്വാസവും അനാചാരങ്ങളും വിട്ടകന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസ ആചാരത്തിലേക്ക് അവർ വരട്ടെ. അതിനായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പഠിച്ചറിഞ്ഞുകൊണ്ട് അഹ്ലുസുന്നത്ത് ജമാഅത്ത് ഇബ്നു സഹാബത്തും മാതൃക കാണിച്ചെന്ന ആ മാതൃകാ ജീവിതം സാഹചര്യമായി ഏകോപിച്ച ആ മാതൃകാ ജീവിതം പാർട്ടിമാക്കി ശിർക്ക് ചെയ്യാതെ വിദ്യത്ത് ചെയ്യാതെ യഥാർത്ഥ മാർഗത്തിലൂടെ നമ്മെല്ലാവരെയും നയിക്കട്ടെ. ഏതിന് സ്വാതന്ത്ര്യം ചൊവ്വായ പാലിൽ ഞങ്ങളെ നയിക്കണമേ. സ്വാത്തുല്ലദീന ആംതരിഹിം നീ അനുകരിച്ചു പാതയിൽ വൈരും ഔദുബിഹിം കൊത്തൊരു പാതയിലല്ല, വാലിയും വഴിച്ചൊരു പാതയിലില്ല. നീ ഏത് പാതയിലാണ്? നീ അനുകരിച്ചൊരു പാതയിൽ നീ ഞങ്ങൾ വഴിച്ചേക്കണമേ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ അല്ലാഹു തആല ജീവിക്കുവാനും യഥാർത്ഥ മാർഗം ജീവിച്ചു മരിക്കുവാനും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായ സ്വർഗനക്ഷമാക്കുവാനും നയമാക്കും അള്ളാഹു തുറന്നുമാറട്ടെ. وآخر دعوانا الحمد لله رب العالمين. اللهم اغفر لنا المسلمين والمسلمات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.
اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم، أنت المستعان بيدك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. അള്ളാഹുവെ, പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ധാരാളമായുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുസ്ലിങ്ങളായ പേരിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടാകുമ്പോൾ അതിനൊക്കെ തുറവി നൽകിക്കൊണ്ട് ഈമാൻ തെറ്റാതെ മുമ്പിനായി തന്നെ ജീവിച്ച് മരിച്ച് ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും അകറ്റി തന്ന് എന്നാത്ത ദുരിതത്തിൽ ഒരുമിച്ച് കൊട്ടപ്പെടുന്ന ആ മഹാഭാഗ്യവനെ ഉൾപ്പെടുത്തി അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ. ഞങ്ങളുടെ ദുആക്ക് സ്വീകരിച്ചവരുണ്ട്, രോഗികളായുള്ളവരുണ്ട്, ആശുപത്രികളുണ്ട്, വീടുകളുണ്ട്, ഐസിയുകളുണ്ട്, അവർക്കും അതേപോലെ അവരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് ആ പാപങ്ങളെ പുറത്തുകൊണ്ട് ഖുർആൻ ഹദീസ് പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക് ചെറിയ ജീവിത പാഠ്യമാക്കി മറ്റു പഠിപ്പിച്ചു കൊടുക്കുന്ന മാതൃകളായി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആമീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة الفردوس ونستجيرك من النار. اللهم إنا نسألك الجنة الفردوس ونستجيرك من النار. اللهم إنا نسألك الجنة الفردوس ونستجيرك من النار. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.